ആഭാരബദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും നമസ്കാരം. അങ്ങനെ ഭാഗവതത്തിൽ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുകനോട് ചോദിക്കുന്ന ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആദ്യം മുതൽക്ക് തന്നെ ഇത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ കൃഷ്ണാവതാരം കൃഷ്ണൻ പറഞ്ഞ സമയത്ത് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുകനോട് ചോദിക്കുന്നു, ശ്രീകൃഷ്ണൻ ഈ നന്ദഗോപനും യശോദയ്ക്കും എങ്ങനെ പുത്രനായി, ദേവകിക്കും വസുദേവനും പുത്രനായി വന്നു എന്ന് നിങ്ങൾ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. പക്ഷേ നന്ദഗോപനും യശോദയ്ക്കും എങ്ങനെ അദ്ദേഹം പുത്രനായി എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നാമകരണമാണ് നടക്കാൻ പോകുന്നത്. കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നാമകരണം ആദ്യം നടക്കണമല്ലോ. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ഞാൻ പറഞ്ഞത്. അപ്പോൾ വസുദേവൻ ഗർഗമുനിയെ രഹസ്യമായി വിളിച്ചു. ഗർഗമുനി പറഞ്ഞ അവരുടെ കുലഗുരുവാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അമ്പാടിയിൽ പോയി എൻ്റെ 2 പുത്രന്മാരുണ്ട് അവിടെ. ഒന്ന് ബലഭദ്രൻ പേര് വെച്ചിട്ടില്ലല്ലോ, രോഹിണി പുത്രൻ, മറ്റേത് യശോദാപുത്രൻ, ഇങ്ങനെ 2 പേരുണ്ട്, അവർക്ക് നാമകരണം ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഗർഗമുനി ആരും അറിയാതെ അവിടെ ചെന്നു. അവിടെ ചെന്ന സമയത്ത് നന്ദഗോപൻ അവരെ നല്ലപോലെ സ്വീകരിച്ചു. അടുത്ത പരിപാടി എന്താണ്? നാമകരണം. നാമകരണം വന്ന സമയത്ത് ആദ്യമായി വന്ന ആരാണ്? ഈ രോഹിണിയുടെ പുത്രനെയാണ് മടിയിൽ വെച്ചത്. അദ്ദേഹം ഭയങ്കര ബലവാനായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് രാമൻ എന്ന പേര് ആദ്യം വെച്ചു. ഇനി രാമൻ എന്ന പേര് ആദ്യം വെക്കാൻ കാരണം എന്താണ്? ഏത് പേര് വേണമെങ്കിലും വെക്കാമല്ലോ. പക്ഷേ ഗർഗമുനി ഇദ്ദേഹത്തെ രാമൻ എന്ന് പേര് വെച്ചു. കാരണം കഴിഞ്ഞ ജന്മത്തിൽ, അതായത് ത്രേതായുഗത്തിൽ, ശ്രീരാമൻ്റെ അനുജനായ ലക്ഷ്മൺ ആയിരുന്നു ഈ അനന്തൻ. അങ്ങനെ അനന്തൻ ലക്ഷ്മണനായി ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴും രാമനെ പറ്റിയുള്ള വിചാരമേ ഉള്ളൂ. രാമനെ അത്രത്തോളം സ്നേഹിച്ചു. അനുജനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠൻ മഹാവിഷ്ണു, അനുജൻ ഇദ്ദേഹമാണ്. അങ്ങനെ ഒരുപാട് രാമന് വേണ്ടി യാതനകൾ ക്ഷമിച്ചു അദ്ദേഹം. അപ്പോൾ ഭഗവാൻ ഒരു വരം കൊടുത്തു, അടുത്ത ജന്മത്തിൽ നീ എൻ്റെ ജ്യേഷ്ഠനായി ജനിച്ച് ഇതുപോലെ എനിക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊരു അനുഗ്രഹം കൊടുത്തു. അതിൻ്റെ ഫലമായാണ് ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലുള്ള ലക്ഷ്മണൻ ഈ ജന്മത്തിൽ ബലഭദ്രനായി രാമനായി. അദ്ദേഹം എപ്പോഴും മനസ്സിൽ രാമൻ 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 എന്ന് ലക്ഷ്മണൻ പറഞ്ഞതുകൊണ്ട് ഈ ജന്മത്തിൽ അദ്ദേഹത്തിന് രാമൻ എന്ന് പേര് വെച്ചു. ഗർഗമുനി തൻ്റെ ജ്ഞാനശക്തിയാൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് രാമൻ എന്ന് പേര് വെച്ചു. അദ്ദേഹത്തിന് ബലഭദ്രൻ, സംഘർഷണമൂർത്തി എന്നൊക്കെ പേരുണ്ട്. അടുത്തത് അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ കരിമാടിക്കൂട്ടനെ വരാൻ പോകുന്നത് ആരെ? കൃഷ്ണൻ. കൃഷ്ണൻ എടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണും ഇതൊക്കെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് കാലജ്ഞാനിയാണല്ലോ, ജ്യോത്സ്യനാണല്ലോ അദ്ദേഹത്തിൻ്റെ ജ്യോത്സ്യം ഇപ്പോഴും പ്രബലത്തിലുണ്ട്. ഗർഗമുനിയുടെ ജ്യോത്സ്യം ഇപ്പോഴും പ്രബലത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവനെ കൃഷ്ണൻ എന്ന് പേര് വയ്ക്കാം. അതിന് പല കാരണങ്ങളുണ്ടോ, അതിൽ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവനാൽ ഒരുപാട് രാക്ഷസന്മാർക്ക് മോചനം ലഭിക്കാനുണ്ട്, ഒന്ന്. രണ്ടാമത് കൃഷ്ണൻ്റെ നിറമായതുണ്ട്. കൃഷ്ണ പറഞ്ഞ കറുപ്പ്, വെറും കറുപ്പല്ല കേട്ടോ, അതിനൊരു മേഘവർണ്ണം ആയതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് വയ്ക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ 2 പേർക്കും 2 പേര് വെച്ച് ഗർഗമുനി പോയി. അപ്പോൾ അതിൻ്റെ ഗർഗമുനി ഒരുപാട് വർണ്ണനങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇവരുടെ ഭാവിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. പരീക്ഷിത്ത് ശ്രീശുകനോട് ചോദിച്ചു, നന്ദഗോപനും യശോദയ്ക്കും ഈ കൃഷ്ണൻ ഭഗവാൻ എന്തുകൊണ്ട് പുത്രരൂപത്തിൽ വന്നു? ആദ്യം വസുദേവനും ദേവകിക്കും പുത്രന്മാരായി ജനിച്ചു, ഗർഭത്തിൽ ജനിച്ചു. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു, എനിക്ക് മനസ്സിലായി. പക്ഷേ ആ കുട്ടി അവിടെ വളരാതെ നന്ദഗോപനും യശോദയ്ക്കും കൂടി എന്തുകൊണ്ട് അമ്പാടിയിൽ വളർന്നു? അപ്പോൾ
ശ്രീശുവിന് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ ജന്മത്തിൽ, അതായത് ഈ ജന്മത്തിന് മുമ്പ്, ദ്രോണാചാര്യരും അദ്ദേഹത്തിൻ്റെ ഭാര്യ ധര എന്ന്, ദ്രോണാചാര്യരുടെ ഭാര്യ കൃപി എന്നുകൂടിയാണ്, കൃപിയാണ് ആക്ച്വലി, ധര എന്നും പലതരങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആ വശത്തേക്ക് പോണ്ട, ദ്രോണാചാര്യരും ഭാര്യയും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഭയങ്കര വിഷ്ണുഭക്തന്മാരായിരുന്നു പൂർവ്വജന്മത്തിൽ. അപ്പോൾ അവർ എപ്പോഴും വിഷ്ണുവിനെ പുത്രരൂപത്തിലാണ് ആരാധിച്ചിരുന്നത്. ശംഖുചക്ര ഗതാപാണിയായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ, വലിയ രൂപത്തിലല്ല, മോഹനെ പോലെ. ഒരു ഉണ്ണിയെ നമ്മളെ എങ്ങനെ വിളിക്കും? ഉണ്ണി ഇവിടെ വട, ഇത് തിന്നണ, അത് കഴിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ പറയുക. അതുപോലെ ഭഗവാനെ നൈവേദ്യം ചെയ്യിക്കുന്ന സമയത്തും ഉണ്ണി ഇത് കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ്. അതായത് പുത്രരൂപത്തിലാണ് അവർ എപ്പോഴും ദൈവത്തെ ആരാധിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അവർ ഒരു പാപകർമ്മം ചെയ്തു. വലിയ പാപകർമ്മമല്ല കേട്ടോ, വളരെ ചെറുത്. അതായത് ബ്രാഹ്മണന്മാർക്ക് അറിയിക്കാത്ത വിധത്തിലുള്ള ഒരു പാപകർമ്മം. എന്താണ് നമുക്കത്ര നിശ്ചയമില്ല, അതിലേക്ക് കിടക്കേണ്ട. ഒരു പാപകർമ്മം ചെയ്തു. ബ്രഹ്മാവ് അത് കാണാനിടയായി, കേൾക്കാനും ഇടയായി. ഉടനെ അദ്ദേഹം അവരെ ശപിച്ചു. അടുത്ത ജന്മത്തിൽ ഭൂമിയിൽ നിങ്ങൾ ഇടയന്മാരായി ജനിച്ച് കുറേ കാലം അവിടെ ജീവിക്കുക എന്ന് പറഞ്ഞു ശാപം കൊടുത്തു. ഇത് കേട്ട സമയത്ത് അവർക്ക് ഭയങ്കര മനസ്സിന് വളരെ ദുഃഖമായി. അപ്പോൾ അവർ പറഞ്ഞു ബ്രഹ്മദേവനോട്, നാൻമുഖ, ഞങ്ങൾ ഇത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇത്ര വലിയ ശാപം വേണോ? ഒന്ന്. രണ്ടാമത്, ശ്രേഷ്ഠകുലത്തിൽ പിറന്ന, അതായത് ദ്രോണാചാര്യ ബ്രാഹ്മണനാണല്ലോ, ശ്രേഷ്ഠകുലത്തിൽ പിറന്ന ഞങ്ങൾ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചു, മഹാവിഷ്ണുവിനെ ആരാധിച്ച് ഞങ്ങൾക്ക് ഇടയ കുലത്തിൽ ജനിക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിന് ഭയങ്കര വേദന തോന്നും എന്ന് പറഞ്ഞ സമയത്ത് ബ്രഹ്മ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കാരണം അതും ശ്രേഷ്ഠവനാണ്. പശുക്കളെ മേച്ച് പശുവിൻ്റെ പാലുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇടയന്മാരും, മറ്റു ഉള്ളവരെ പോലെയല്ല, അതും നല്ലതാണ്. മാത്രമല്ല, നിങ്ങൾ ഭഗവാനെ പുത്രരൂപത്തിൽ ഇപ്പോൾ ഭക്തന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ 2 ശ്രേഷ്ഠ ഇടയന്മാരായി ജനിച്ച് നിങ്ങൾക്ക് ഭഗവാൻ പുത്രരൂപത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളെ ഭഗവാൻ രക്ഷിക്കും എന്ന് വരവും കൊടുത്തു. അതിൻ്റെ ഫലമായി അവർ നന്ദഗോപനം, ദ്രോണർ നന്ദഗോപനം ധര യശോദയുമായി ജന്മം എടുത്തു. ഇനി ഉണ്ണിക്കുട്ടൻ്റെ കളിയാണ്. കുറച്ചൊക്കെ ഞാൻ പറയാം, മുഴുവൻ പറയാൻ കുറച്ച് വിഷമമുണ്ട്. തീരില്ല, സത്യം പറഞ്ഞാൽ തീരില്ല. അതാണ് വിഷമമല്ല, തീരില്ല. എന്നാലും പറയാം. ഇദ്ദേഹത്തിന് 4 വയസ്സ് പ്രായമാണപ്പോൾ. അപ്പോൾ വെണ്ണയും പാലുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മൂപ്പരുടെ കൂടെ ചെറിയ ചെറിയ കുടുംബം വെച്ച ചെറിയ ഇടയ ബാലന്മാരുണ്ട്, ജേട്ടനുണ്ട്, ബലഭദ്രസ്വാമിയുണ്ട്. ഇവർ 3 പേരും ചെയ്യുന്ന വികൃതി സഹിക്കില്ല. ഏറ്റവും പ്രധാനം വെണ്ണയും പാലും. അപ്പോൾ യശോദാമ്മ തൈര് കടഞ്ഞ് അവിടെ വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് നീങ്ങിയാൽ മതി, 2 പേരും കൂടി എടുത്ത് ഒരൊറ്റ അടി അടിക്കും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെന്ന് ചോദിച്ചാൽ വെണ്ണയും ഉണ്ടാവില്ല, പാലും ഉണ്ടാവില്ല. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തിട്ടില്ല എന്നും പറയും. കള്ളത്തരം പറയുകയാണെങ്കിലും നിൽക്കാനറിയണം. അവിടെ കുറച്ചൊരു പെശക് വെച്ചിട്ടുണ്ട് ഭഗവാന്. എന്താ അറിയോ? മേലെ മുഴുവൻ വെണ്ണയും പാലുമാണ്. തിന്നിട്ടില്ല പറഞ്ഞാൽ ആരാ വിശ്വസിക്കുമോ? യശോദമ്മ ആദ്യമൊക്കെ എന്ത് ചെയ്തു? ചെറിയ കുട്ടിയല്ലേ, ചിരിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇതൊക്കെ ചെയ്ത് കഴുകി വൃത്തിയാക്കി വിട്ടു. അങ്ങനെ ഒരു ദിവസം മുലപ്പാൽ കൂട്ടുന്ന സമയത്ത് പാൽ കൂട്ടാൻ തൊണ്ട മടിയിലെത്തി കുട്ടിയെ വെച്ച് പാൽ കൂട്ടുകയാണ്. അപ്പോൾ അവിടെ ഈ കൈ കൊണ്ടിങ്ങനെ ഇതും ചെയ്യുന്നതാണ്, തൈരും കടയുന്നുണ്ട്. അതുകൊണ്ട് അകത്ത് പോയി പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാല് പൊങ്ങിപ്പോവും എന്നുള്ള വിചാരത്തിൽ ഈ കുട്ടിയെ എടുത്ത് താഴത്ത് വെച്ചിട്ട് വേഗം അങ്ങോട്ട് ഓടി. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ മോശക്കാരനൊന്നും അല്ലല്ലോ. ഏട്ടനും ഉണ്ട് കൂടെ, 4 ശിഷ്യന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ആ തൈരം കൂടെ എടുത്ത് അടിച്ചു. മാത്രമല്ല, പിറ്റേ പ്രാവശ്യം ഇവരെന്ത് ചെയ്തു അറിയോ? അമ്മ വന്ന് നോക്കിയ സമയത്ത് ആകെ കശപിശയായിരിക്കണം. പിടിച്ച് കഴുകി ഒന്ന് കൊടുക്കുക വിചാരിച്ചു, ചെയ്തില്ല.
പിറ്റേ ദിവസം ഇതേമാതിരി അമ്മ എന്ത് ചെയ്തു, ഇവൻ്റെ വികൃതി സഹിക്കാൻ വയ്യ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ച് ഇത് ഉറിയിൽ അങ്ങോട്ട് കെട്ടിത്തൂക്കി. ഇനി തൊടില്ലല്ലോ, ഇനി അവൻ തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്തെ മൂപ്പൻ എന്ത് ചെയ്തറിയോ, ഒരക്കുഴലുകൊണ്ട് ഒരൊറ്റ ഏറ് പൊട്ടിച്ചു. അത് മുഴുവൻ പൊട്ടി പാലും വെണ്ണയും ഒക്കെ താഴെ തോണ് ഹര 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 ഓര. നാരായണത്തിൽ ഭട്ടേരിപ്പാട് അതല്ല പറയണം കേട്ടോ, ഒരക്കുഴലല്ല പറയണം. ഈ കടക്കുഴലിട്ട് എറിഞ്ഞു എന്നാണ്, അമ്മിക്കുഴല കൊണ്ട് എറിഞ്ഞു എന്നാണ് ഭാഗവതത്ത് പറയണത്. ഇതിൽ കടക്കോല കൊണ്ട് എറിഞ്ഞു എന്നാണ് നമ്മുടെ ഭട്ടേരിപ്പാട് പറയുന്നത്. ഏതായാലും എറിഞ്ഞു പൊട്ടിച്ചു. ഇതായി അമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഇനി എന്താ ചെയ്യുക, ഇവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇവനെ കൊണ്ട് ഭയങ്കര ഓരോ. ബാക്കിയുള്ളവരൊക്കെ അതിന് സപ്പോർട്ടും, ഉണ്ണി അങ്ങനെയല്ല, ഉണ്ണി ഇങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ ഈ 4 പുത്രന്മാരും അവരെന്ത് ചെയ്തു വെച്ചാൽ, ആ ദമം എന്ന് വെച്ചാൽ ഒരു കയറെടുത്തിട്ട് അരയിൽ കെട്ടിയിട്ട് ഇനി അടുത്തൊരു ഉരലുണ്ട്, ആ ഉരലിൽ ബന്ധിക്കാൻ വിചാരിച്ച് അതിൻ്റെ അടുത്ത് പോയ സമയത്ത് കയറ് നീളം തികയുന്നില്ല. കയറ് നല്ല അതിൽ പറഞ്ഞ ധാമം എന്നാണ്, എന്ന് വെച്ചാൽ കയറേന്നർത്ഥം. ഉടനെ അവിടെയും ഇവിടെയും നോക്കി ഒരു കഷ്ണം കൂടി എടുത്ത് അതിൽ യോജിപ്പിച്ചു. പിന്നെയും നോക്കി, പിന്നെയും നീളം എത്തുന്നില്ല. ഇങ്ങനെ 5-6 കഷ്ണങ്ങളായിട്ട് നീളം എത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടന്, കള്ളക്കുട്ടൻ, ഭയങ്കര കള്ളനാണ് കേട്ടോ, മൂപ്പർക്ക് എന്ത് പറഞ്ഞു, അയ്യോ ഇനി അമ്മ വിഷമിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അമ്മ അടുത്ത പ്രാവശ്യം കയറ് കൊണ്ടുവന്ന് ഇതിൽ യോജിച്ച സമയത്ത് നീളം കൃത്യമായി എത്തി. അങ്ങനെ ഉരലിൽ ബന്ധിച്ചു. ഇദ്ദേഹത്തിൻ്റെ വയറ്റിലും ഉദരത്തിലെ ബന്ധിച്ച്. അതുകൊണ്ട് ദാമോദരൻ എന്ന പേര് ഭഗവാൻ വന്നു. ധാമം കൊണ്ട് ഉദരത്തിൽ ബന്ധിച്ചതുകൊണ്ട് ദാമോദരൻ എന്ന പേരും കിട്ടി. അങ്ങനെ ഉദരത്തിൽ ബന്ധിച്ചു. അമ്മ എന്ത് ചെയ്തു, അങ്ങോട്ട് പോയി. ഇനി അവനെ ഒന്നും ചെയ്യില്ലല്ലോ എന്ന് വെച്ച്. 4 വയസ്സ് പ്രായമാണ് കേട്ടോ ഈ സമയത്ത്. മൂപ്പരിങ്ങനെ മുട്ടുകുത്തി അവിടെ 2 മരങ്ങളുണ്ട്, മരുതുമരങ്ങളാണ് 2 ഉഗ്രം മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ രൂപത്തിലാണ് നിൽക്കുന്നത്. മേൽഭാഗം പിളർന്നും അടിഭാഗം കുറച്ച് ഇങ്ങനെ. ഈ നമ്മുടെ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു, കരുമാടക്കുട്ടൻ പതുക്കെ നോണ്ടി ഇങ്ങനെ വന്ന് ആ 2 മരത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കടന്നുപോയി. ഇയാൾ കടന്ന സമയത്ത് എന്താ, ഉരലവിടെ തങ്ങി. കാരണം ഉരൽ കടക്കാനുള്ള ഗ്യാപ്പില്ല, അവിടെ ഇടവില്ല. മൂപ്പരത് പിടിച്ച് ഒരൊറ്റ വലിച്ച സമയത്ത് എന്താ, ആ 2 വൃക്ഷങ്ങളും ഗംഭീര വൃക്ഷങ്ങളാണ്, വളരെ കാലമായി നിൽക്കുന്ന മരുത് വൃക്ഷങ്ങളാണ്. താഴത്ത് ഭയങ്കര ശബ്ദത്തോടുകൂടി വീണു. ആ സമയത്ത് അതിൽ നിന്ന് 2 സുന്ദരന്മാരായ യുവാക്കൾ വന്നു. അവർ വന്ന് ഉടനെ ഭഗവാനെ തൊഴുത് അദ്ദേഹത്തെ നമസ്കരിച്ച് അങ്ങനെ പോയി. അപ്പോൾ ഈ 2 പേര് ഈ സമയത്തൊന്നും അവിടെ ആരും ഇല്ലാട്ടുള്ളൂ. ഈ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് നടക്കുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. യശോദാമ്മയില്ല, വേറെ ആരുമില്ല വീഴുന്ന സമയത്തൊന്നും. ഇനി ഈ 2 പേര് ആരാണ്, അതുകൂടെ നമുക്ക് നോക്കണമല്ലോ. കുബേരൻ, അതായത് വൈശ്രവണൻ, അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. നളകുബേരൻ, നളകുബേരൻ എന്നും മണിഗ്രീവൻ എന്നും. ഇവർ ഭയങ്കര അഹംഭാവികളായിരുന്നു. ഒന്നാമത് സുന്ദരന്മാർ, രണ്ടാമത് കുബേരൻ്റെ മക്കൾ. കുബേരൻ എന്ന് വെച്ചാൽ എന്താ, ലോകത്ത് വെച്ച് പണക്കാരെന്നർത്ഥം. എന്ത് തണ്ടിത്തരം വേണമെങ്കിൽ കാണാൻ ആരും ചോദിക്കാനില്ലല്ലോ. അങ്ങനെ അവർ തെണ്ടികളായി നടക്കുന്ന കാലഘട്ടമാണ്. ഒരു ദിവസം അവരെന്ത് ചെയ്തു, മന്ദാകിനി നദിയിൽ, അതായത് ഗംഗയുടെ ഒരു പോഷക നദിയാണ് മന്ദാകിനി. ഈ നദി ഒഴുകുന്ന കൈലാസപർവ്വതത്തിൻ്റെ താഴെയാണ്. സാക്ഷാൽ പരമശിവൻ ഇരിക്കുന്ന ഇതിൻ്റെ താഴത്തുകൂടെ ഒഴുകുന്ന ഒരു പോഷക നദിയാണ്. അവിടെ കുറേ സ്ത്രീകളായിട്ട് ജലക്രീഡയും രാസക്രീഡയും ഇതൊക്കെ നടത്തുന്ന സമയമാണ്. നാരദമുനി അപ്പോൾ ശിവനെ ഒന്ന് കാണാം എന്ന് വെച്ച് കൈലാസത്തിലേക്ക് പുറപ്പെട്ട്, അദ്ദേഹം എപ്പോഴും മേലെ കൂടെ ഇങ്ങനെ പോകുന്ന സ്വഭാവക്കാരനാണ്, നടക്കുന്ന സ്വഭാവമില്ല. ഇങ്ങനെ പോയിട്ട് അവിടെ ഇറങ്ങി
കയ്യും കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് ഇറങ്ങി നോക്കുന്ന സമയത്താണ് കാണുന്നത് എന്താണ്, ഈ 2 കുബേരപുത്രന്മാർ പൂർണ്ണ നഗ്നരായ സ്ത്രീകളും ഇവരും പൂർണ്ണ നഗ്നരായ അങ്ങനെ ആ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് അത് പോഷക നദിയാണ്, മന്ദാകിനി ശ്രേഷ്ഠ നദിയാണ്. ആ സ്ത്രീ കുളിക്കേണ്ടതും പൂജിക്കേണ്ടതുമായ നദി, തീർത്ഥ നദിയിൽ ഇത്രയും വൃത്തികേട് കാട്ടുന്നത്. രണ്ടാമത് വൃത്തികേട്, കരയിൽ തുണികളെല്ലാം വെച്ച് വൃത്തികേടായി നഗ്നരായി. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം അവരെ ശപിച്ചു. എന്താണ്, നിങ്ങൾ ഭൂമിയിൽ മരുത്തുക്കളായി ജനിക്കുക, മരുത്തുമരങ്ങളായി ജനിച്ച് വളരെ കാലം ഇരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്ക്, എന്തുകൊണ്ട് ഈ മരുത്തുമരങ്ങളായി ജനിക്കുക പറഞ്ഞു? പ്ലാവുണ്ട്, മാവുണ്ട്, തേക്കുണ്ട്, ആലുണ്ട്, പല മരങ്ങളുണ്ട്. ഇദ്ദേഹം ഈ മരുത്തുക്കളായി ജനിക്കുക എന്ന് കാരണം എന്താ പറയാൻ കാരണം അറിയാം? ഈ മരുതുമരം പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ അല്ല ഞാൻ പറയണത്, പണ്ട് കാലത്ത് ഒന്നിനും ഉപയോഗിക്കില്ല. അതായത് അടുപ്പ് കത്തിക്കാൻ പോലും ഉപയോഗിക്കില്ല. മരുത്തിന് അങ്ങനെ ഒരു ശാപമുണ്ട്. അത്രയും വൃത്തികെട്ട മരമായിട്ട് അതിനെ കണക്കാക്കുക. പിന്നെ അതിനൊരു ഗുണമുണ്ട്, വെള്ളം പോലും കിട്ടാതെ വളരെ കാലം, ആയിരക്കണക്കിന് വർഷം നിൽക്കും അത്. അപ്പോൾ ഇവർ ജലവും ഗലവും കിട്ടാതെ ആരും ഒന്നും ഉപയോഗിക്കാതെ തിരിഞ്ഞു നോക്കാത്ത മരുതുമരങ്ങളായി ജനിക്കണമെന്ന് ക്ഷമിച്ചു. അതാണ് മരുതുമരം എന്ന് പറയാൻ കാരണം. മറ്റു മരങ്ങളെ അദ്ദേഹം കമ്പയർ ചെയ്ത മരുതുമരം ഇവർ എന്നും ഇങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പോൾ അവർ ഉടനെ കാല് പിടിച്ചു. ഇതിന് മോഡേൺ ചോദിച്ച സമയത്ത് ദ്വാപരയുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ സാക്ഷാൽ വൈകുണ്ഠനാഥൻ ചെറിയ കുട്ടിയായി ബാലലീലകൾ കാട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്നൊരു അനുഗ്രഹം വെച്ചു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ വേറൊന്നും കൂടി പറയുന്നുണ്ട്. ഈ ദ്വാപരയുഗം ത്രേതായുഗം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണം. കാരണം എന്താണ് അറിയുമോ, ഈ ത്രേതായുഗത്തിലും ഇവരുണ്ടായിരുന്നു. ആരെ? നളകുബേരനും മണിഗ്രീവനും ഉണ്ടായിരുന്നു. അതിനെന്താ തെളിവ് വെച്ചാൽ, നളകുബേരൻ രാവണനെ ശപിക്കുകയുണ്ടായി. നീ ഏതെങ്കിലും സ്ത്രീയെ തൊട്ടാൽ തല പിടിച്ചു പോകുന്ന ഒരു ശാപം കൊടുക്കുക. അതാണ് സീതയെ രാവൺ തൊടാതിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നടന്നിരിക്കുന്നത് എന്താണ്? ത്രേതായുഗത്തിലാണ്. കൃഷ്ണാവതാരമോ ദ്വാപരയുഗത്തിലാണ്. അപ്പോൾ ത്രേതായുഗത്തിൻ്റെ അവസാനത്തിലും ദ്വാപരയുഗത്തിൻ്റെ ആദ്യത്തിലുമായി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെ ഇവർ രണ്ടുപേർക്കും മോക്ഷം കൊടുത്തു. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കിടക്കാം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ചെയ്യുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷതി രക്ഷിതക, ധർമ്മോ രക്ഷതി രക്ഷിതക, ധർമ്മോ രക്ഷതി രക്ഷിതക. നമസ്കാരം.